ഹലോ ഗായ്സ്, ഞാൻ രാവിലെ തന്നെ ഇലയൊക്കെ വാട്ടി എങ്ങോട്ടും അല്ല, ഇന്ന് ഏട്ടൻ തിരിച്ച് എറണാകുളത്തേക്ക് പോവുകയാണ്. അപ്പം ഏട്ടനൊരു പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ നല്ല വാട്ടിയ ഇലയിലോട്ട് നല്ല ചൂട് ചോറിട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ വിഭവങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു. അതുകൊണ്ട് ചെറിയ രീതിയിലുള്ളൊരു ഫുഡ്. അപ്പോൾ ഇതാ ക്യാരറ്റും അതുപോലെ തന്നെ വെണ്ടയ്ക്ക ഇട്ടൊരു ചെറിയൊരു ഉപ്പേരി. നമ്മളിവിടെ ഉപ്പേരി എന്നാണ് പറയുന്നത്, പല സ്ഥലത്തും പല പേരാണ്. അതുപോലെ തന്നെ ഒരു ചമ്മന്തി, നല്ല മുളകും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ടുള്ളൊരു ചമ്മന്തി. അതുപോലെ തന്നെ ഞാൻ 2-3 ദിവസം മുമ്പ് ഞാനൊരു ബീട്രൂട്ട് അച്ചാറിട്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കുറച്ച് ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ വലുതായിട്ടൊന്നും തന്നെ ഇല്ല. മീനൊന്നും ഏട്ടന് കൊണ്ടുവന്ന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഒരു മുട്ട ഓംലേറ്റും പപ്പടവും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ശരിക്കും ഈ ഒരു പൊതിച്ചോറ് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ കഴിക്കാൻ നോക്കുമ്പോൾ അത് തുറക്കുമ്പോൾ ഉള്ളൊരു സ്മെല്ല് സൂപ്പർ സ്മെല്ലാണ്. അപ്പോൾ തന്നെ മുട്ട വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു പപ്പടവും കൂടെ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ എനിക്ക് ഇലയൊന്നും മടക്കിയിട്ട് വലിയ ശീലമില്ല, അറിയത്തില്ല. അത് ഏട്ടൻ ചെയ്തോളാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ചേന മോരൊഴിച്ച് വെച്ച ചേനക്കറി. ഞാൻ വിചാരിച്ചു അതൊരു വേറെ തന്നെ ഒരു ടിപ്പിയിലാക്കി കൊടുക്കാം. കാരണം ചോറിലൊഴിച്ചാൽ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും കുഴഞ്ഞു പോകും. അപ്പോൾ എനിക്ക് ഈ പരിപാടി മാത്രമേ എനിക്കറിയത്തില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം എന്ന്. ഏട്ടനും വലിയ ഐഡിയ ഒന്നുമില്ല, എന്നാൽ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഇല പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇതാ ഞങ്ങൾ പൊതിച്ചോറ് തയ്യാറായിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ചെറിയൊരു പൊതിച്ചോറായിരുന്നു. ഇവമോളാണെങ്കിൽ ഇന്ന് ആകെ മൂഡ് ഓഫാണ്. കാരണം എന്താ വെച്ചാൽ അച്ഛൻ തിരിച്ച് പോവുകയാണല്ലോ. അപ്പോൾ അവൾക്ക് മനസ്സിലായി, അച്ഛൻ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുമ്പോൾ തന്നെ അവൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ആൾ വലിയ മൂടൊന്നുമില്ല, ഫുള്ള് കരച്ചിലും ബഹളവും തന്നെയാണ്. അങ്ങനെ ഇതാ നമ്മുടെ പൊതിച്ചോറും അതുപോലെ തന്നെ കറിയും കുടിക്കാൻ വേണ്ട വെള്ളവും എല്ലാം റെഡിയാക്കി വെച്ച് രാവിലെ തന്നെ പോയിട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ